എല്ലാവർക്കും നമസ്കാരം. മിനിസ്റ്റർ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോളജിക്കൽ മിനിസ്റ്റർ ഹെൽത്തിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. നമുക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് ആദ്യം ഓരോ പോസ്റ്റും അതിന്റെ വേക്കൻസിയും ഏജ് ലിമിറ്റും 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത്തത് സയന്റിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ആണ്. ലെവൽ 12 ആണ് സാലറി സ്കെയിൽ. 78,800 മുതൽ 2,09,200 രൂപ വരെ ബേസ് സാലറി ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ അലവൻസും കാർഡ് ലഭിക്കുന്നതാണ്. 45 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. അവിടെ സയൻറ്റിസ്റ്റ് ഗ്രേഡ് തേർഡ് ആണ്. ലെവൽ 10 ആണ് സാലറി സ്കെയിൽ. 35 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. അവിടെ ജൂനിയർ സയൻറ്റിസ്റ്റ് ആണ്. ലെവൽ 7 ആണ് സാലറി സ്കെയിൽ. SC, OBC, UR, EWS ആൻഡ് PWD കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. അടുത്ത അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആണ്. ലെവൽ 6 ആണ് സാലറി സ്കെയിൽ. 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. അവിടെ ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ആണ്. ലെവൽ 6 ആണ് സാലറി സ്കെയിൽ. 30 വയസ്സാണ് ഏജ് ലിമിറ്റ്. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. ലബോറട്ടറി ടെക്നീഷ്യൻ ലെവൽ 6 ആണ് സാലറി സ്കെയിൽ. SC, ST, OBC, അൺറിസർവ്ഡ്, EWS, PWD കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. അസിസ്റ്റന്റ് സെക്കൻഡ് ആണ് അടുത്ത പോസ്റ്റ്. ലെവൽ 2 ആണ് സാലറി സ്കെയിൽ. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിനും EWS കാൻഡിഡേറ്റ്സിനുമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഈ റിക്രൂട്ട്മെന്റിലേക്ക് ആപ്ലിക്കേഷൻ അയക്കേണ്ട അവസാന ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 8 ഏപ്രിൽ 2026 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് 1 by 1 ആയിട്ട് നോക്കാം. സയൻറ്റിസ്റ്റ് ഗ്രേഡ് സെക്കൻഡിൽ MBBS ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. PG ചോദിക്കുന്നുണ്ട്. 5 വർഷത്തെ റിലവൻറ്റ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അടുത്തത് പോസ്റ്റ് സയൻറ്റിസ്റ്റ് ഗ്രേഡ് തേർഡ് ആണ്. MVSC ഡിഗ്രി വെറ്ററിനറി മെഡിസിനിലെ വെറ്ററിനറി പബ്ലിക് ഹെൽത്തൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. അടുത്ത ജൂനിയർ സയൻറ്റിസ്റ്റ് ആണ്. മാസ്റ്റർ ഡിഗ്രി ഇൻ മൈക്രോബയോളജി അല്ലെങ്കിൽ ക്ലിനിക്കൽ ബയോളജി ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 1 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അടുത്ത അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആണ്. ഗ്രാജുവേറ്റ് ഇൻ ആർട്സ്, കൊമേഴ്സ് അല്ലെങ്കിൽ സയൻസ് വിത്ത് 50% മാർക്കോടെ പാസ് അവർക്ക് അപ്ലൈ ചെയ്യാം. 5 വർഷത്തെ എക്സ്പീരിയൻസ് അഡ്മിനിസ്ട്രേഷന് ചോദിക്കുന്നുണ്ട്. അടുത്ത ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ആണ്. മാസ്റ്റർ ഡിഗ്രി ആണ് ചോദിക്കുന്നത്. ഹിന്ദി വിത്ത് ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിത്ത് ഹിന്ദി ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത പോസ്റ്റ് ലബോറട്ടറി ടെക്നീഷ്യൻ ആണ്. ബാച്ചിലർ ഡിഗ്രി ഇൻ ബയോളജി വിത്ത് സുവോളജി ആൻഡ് കെമിസ്ട്രി ആസ് എ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. BSc മോളിക്കുലർ ബയോളജി പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. BSc ബയോ കെമിസ്ട്രി, BSc ബയോ ടെക്നോളജി, BSc മൈക്രോബയോളജി ഒക്കെ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത അസിസ്റ്റന്റ് സെക്കൻഡ് ആണ് പോസ്റ്റ്. +2ൽ 50% മാർക്കോടെ ആർട്സ് അല്ലെങ്കിൽ കൊമേഴ്സ് അല്ലെങ്കിൽ സയൻസ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കുന്ന ശേഷം അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപേക്ഷിക്കുക. എന്തെങ്കിലും സംശയമുണ്ട് കമൻറ്റ് ചെയ്യുക. താങ്ക്